പത്തനംതിട്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലടിച്ചു. തുടർന്ന് അയൽവാസിയെ വീട് കയറി ആക്രമിച്ചു. 65-കാരനായ തങ്കച്ചനാണ് പരിക്കേറ്റത്. ഒഡീഷ സ്വദേശിയായ ജെയിനാണ് ആക്രമിച്ചത്. പത്തനംതിട്ട കൂടൽ ഇരുതോടാണ് സംഭവം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ് പറയും. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടായത്. 4 പേർ ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അതിനിടെ ഇവർ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ രാത്രിയും തർക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള വഴക്ക് തന്നെയാണ് ഇവർ തമ്മിൽ ഉണ്ടായത്. അതിനിടെ ഇവർ തമ്മിൽ അടിപിടിയാകുന്നു. അതിൽ ജെയിൻ എന്ന ഒഡീഷക്കാരന് ക്രൂരമായ മർദ്ദനമേൽക്കുന്നു. തുടർന്ന് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും തൊട്ടടുത്ത അയൽവാസിയായ തങ്കച്ചന്റെ വീട്ടിന് മുന്നിലൂടെയായിരുന്നു ഇയാൾ ഓടിയത്. ഈ ഓടുന്ന ഘട്ടത്തിൽ തങ്കച്ചന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഈ ഒഡീഷ സ്വദേശി. അതുപോലെ തന്നെ പുറകെ എത്തിയ മറ്റുള്ളവരും ഈ തങ്കച്ചനെ ആക്രമിക്കാൻ ശ്രമിച്ചു. തങ്കച്ചന്റെ തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും ഗുരുതരമായ പരിക്കുണ്ട്. തലയ്ക്ക് പൊട്ടലുണ്ട്. അതുപോലെ തന്നെ കൈവിരലുകൾക്ക് പൊട്ടലുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തങ്കച്ചനെ മർദ്ദിക്കുന്നത് കണ്ട് അത് തടസ്സം പിടിക്കാൻ എത്തിയ സ്ത്രീക്കും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും മർദ്ദനമുണ്ടായി. 3 പേരെ നിലവിൽ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ഈ മർദ്ദനമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒഡീഷക്കാരനായ ജെയിൻ, അയാൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ തങ്കച്ചനും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ള 3 ഇതര സംസ്ഥാന തൊഴിലാളികളും കൂടൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ബിനിൽ, ശ്രീരാജ്, പോലീസ് എന്താണ് പറയുന്നത്? ഇതിൽ ഈ തമ്മിലടിയെ തുടർന്നുണ്ടായ സംഭവം മാത്രമായിട്ടാണോ പോലീസ് പറയുന്നത്? മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതിൽ പോലീസ് പറയുന്നത് ഈ 4 ഇതര സംസ്ഥാന തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടായി. അതിനിടെ ഈ രക്ഷപ്പെടാനായി ഈ ഒഡീഷ സ്വദേശിയായ ജെയിൻ ഓടുകയായിരുന്നു. ആ ഓടുന്ന ഓട്ടത്തിനിടയിലാണ് ഈ തങ്കച്ചനെ മുന്നിൽ കണ്ടത്. പെട്ടെന്നുണ്ടായ തങ്കച്ചനെ മുന്നിൽ കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാൻ വന്നയാളാണെന്ന് കരുതിയായിരിക്കാം ഈ ഇതര സംസ്ഥാന തൊഴിലാളി തങ്കച്ചനെ മർദ്ദിച്ചത് എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ 4ാമത്തെ ഒഡീഷ സ്വദേശിയെയും കസ്റ്റഡിയിലെടുക്കണം. പക്ഷെ അയാൾ ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാളുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് ഈ തങ്കച്ചനെ ആക്രമിക്കാനുള്ള കാരണമെന്ന് പൂർണ്ണമായും ലഭിച്ചാൽ മാത്രമേ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.